ഹലോ, ഇന്നൊരു ഗാർഡൻ വീഡിയോ ആണ് ചെയ്യുന്നത്. ദുബായിൽ ഇപ്പോൾ സമ്മർ സീസണൊക്കെ മാറി വിൻ്റർ സീസൺ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞങ്ങൾ ചെറിയ രീതിയിൽ പച്ചക്കറി തോട്ടം സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി വിത്തും കാര്യങ്ങളും ഒക്കെ ഈ ഒരു ടൈമിലാണ് കേട്ടോ ഞങ്ങൾ ഇടുന്നത്. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഗാർഡൻ ക്ലീനിങ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാനിങ്ങനെ അൽവസാനിൽ പോയിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു. പ്ലാന്റിൻ്റെയൊക്കെ നഴ്സറിയാണ് അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ചെടികളും അതുപോലെ തന്നെ സീഡ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ ഒത്തിരി ഷോപ്പുകളുണ്ട് കേട്ടോ, ഇതുപോലെ സീഡ്സും പിന്നെ നമുക്ക് ഗാർഡനിലേക്ക് ആവശ്യമുള്ള ടൂൾസുകളും അങ്ങനെ ഒത്തിരി പോട്ടി മിക്സും അങ്ങനെ ഒരുപാട് ഐറ്റംസ് അവിടെ അവൈലബിൾ ആണ് കേട്ടോ. അവിടെ ഒരുപാട് വെറൈറ്റി സീഡുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഓരോ പാക്കറ്റിനും 5 ദിർഹംസ് ആണ് കേട്ടോ പ്രൈസ് വരുന്നത്. വെജിറ്റബിൾസ് മാത്രമല്ല ഫ്രൂട്ട്സിൻ്റെ സീഡ്സുകളും ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഫ്ലവേഴ്സിൻ്റെതും ഒരുപാട് വെറൈറ്റി സീഡ്സുകൾ ഉണ്ടായിരുന്നു കേട്ടോ. സീഡുകളൊക്കെ F1 കാറ്റഗറിയിലുള്ളതാണ്. അത് ഹൈബ്രിഡ് സീഡ്സ് ആണെന്നാണ് കേട്ടോ അവർ പറഞ്ഞത്. അപ്പോൾ സീഡുകളൊക്കെ ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഫസ്റ്റ് ഇത് പയറിൻ്റെതാണ് കേട്ടോ. ഇത് വലിയ ലോങ് പയറാണ്. ഒരു പാക്കറ്റിൽ തന്നെ ഒരു 30ഓളം സീഡ്സുകൾ കാണുന്നുണ്ട് കേട്ടോ. അടുത്തത് ബീൻസിൻ്റെ ആണ് കേട്ടോ. ഇതും ഓൾമോസ്റ്റ് ഒരു 30 to 25 സീഡ് ഇതിൻ്റെ അകത്തുണ്ട്. ഇവരുടെ പാക്കിംഗ് ഒക്കെ നല്ല ക്വാളിറ്റി ആയിട്ടാണ് കേട്ടോ അവർ ചെയ്തേക്കുന്നത്. ഇത് വാട്ടർമെലൻ ആണ്. വാട്ടർമെലൻ്റെ സീഡാണ് കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള സീഡാണ്. ഞങ്ങൾക്ക് ഇത്രയും സീഡിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ബാക്കി അടുത്ത വർഷത്തേക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ സീഡ് വാങ്ങിക്കുന്ന സമയത്ത് ഇത് നമ്മൾ ഡേറ്റ് നോക്കണം. നിയർ എക്സ്പയറി ആയിട്ടുള്ള സീഡുകളൊന്നും അധികം അങ്ങോട്ട് വലുതാവത്തില്ല കേട്ടോ. ഇത് കുക്കുംബറാണ്. കുക്കുംബറിൻ്റെ സീഡാണ് കേട്ടോ. കുക്കുംബറിൻ്റെ കുറച്ച് മാത്രമേ ഉള്ളൂ, ഒരു 20 സീഡോളേ ഉള്ളൂ കേട്ടോ. ഇത് വഴുതണിങ്ങയാണ്. പർപ്പിൾ കളറ് കുറച്ച് നീളമുള്ള വഴുതണിങ്ങയുടെ വിത്താണ് കേട്ടോ. ഇത് വെണ്ടയുടെ സീഡാണ്. ഇതും നല്ല നീളമുള്ള ടൈപ്പ് വെണ്ടയ്ക്കയുടെ സീഡാണ്. ഇപ്പോൾ പയറായാലും ബീൻസ് ആയാലും വാട്ടർമെലൻ ആയാലും എല്ലാം നല്ല വലിയ സീഡാണ് കേട്ടോ. ഇത് പിന്നെ നമ്മുടെ ചുമന്ന ചീരയാണ്. ചുമന്ന ചീരയുടെ സീഡാണ്. ഇത് ഞാൻ ഓപ്പൺ ആക്കുന്നില്ല കേട്ടോ, കാര്യം ചെറിയ സീഡായതുകൊണ്ട് തന്നെ മൊത്തം ഇവിടെ ഫുള്ളാവും. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓപ്പൺ ആക്കാം. ഞാൻ 2 രീതിയിൽ വിത്തുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് നമ്മുടെ തറയിൽ നോർമലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തത് ചെറിയ പോട്ടിൽ ഇതുപോലെ പോട്ടി മിക്സും പിന്നെ കൗഡങ്ങും കൂടി മിക്സ് ചെയ്ത് അതിലിട്ട് കൊടുക്കുന്നു കേട്ടോ. പോട്ടി മിക്സ് ഞാൻ കഴിഞ്ഞ വർഷം വാങ്ങിച്ചതാണ്, അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് കട്ടിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഈ കൗഡങ്ങിൻ്റെ കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ചെറിയ ബോട്ടുകളിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇത് ഞങ്ങൾക്ക് ചെടി വാങ്ങിയ സമയത്ത് അതിൻ്റെ കൂടെ കിട്ടിയതാണ്. പിന്നെ കഴിഞ്ഞ വർഷം ഞാൻ വാങ്ങിയത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതുമാണ് കേട്ടോ. അല്ലാതെ ഇതുപോലത്തെ പോട്ടുകൾ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇപ്പം എനിക്ക് ഉള്ളതുകൊണ്ട് ഞാൻ ഇതുകൊണ്ട് ഇത് യൂസ് ചെയ്യാണ്. ഇത് ഓരോന്നിലായിട്ട് ഇങ്ങനെ നിറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാടങ്ങ് ഓവറായിട്ട് ഫുള്ളായിട്ടങ്ങ് നിറയ്ക്കണ്ട, കാര്യം നമ്മൾ വിത്ത് ഇടുമ്പോഴും അതുപോലെ തന്നെ വെള്ളം ഒഴിക്കുമ്പോഴും ഇത് കുറച്ച് മണ്ണ് ഇതിന്ന് പോവാം. അതുകൊണ്ട് അത്രയ്ക്കങ്ങ് നിറയ്ക്കണ്ട. ഞാനിപ്പോൾ ഇത് നിറച്ച് കൊടുക്കുന്നത് കാര്യം ഇത് കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ കുറച്ചൊന്ന് താന്നു പോകും. അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് ഫുള്ളാക്കി എടുത്തേക്കുന്നത്. എന്നിട്ട് അതിൽ ഓരോന്നിലും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാര്യം എൻ്റെ ഈ പോട്ടി മിക്സ് കുറച്ച് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാര്യം കഴിഞ്ഞ വർഷം വാങ്ങിച്ചതാണ്. അപ്പോൾ ഇവിടുത്തെ ചൂടൊക്കെ കൊണ്ട് നല്ല ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊരു ഈർപ്പം വരാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് ടൊമാറ്റോയുടെ സീഡാണ് കേട്ടോ. ഇത് നമ്മൾ കറി വയ്ക്കാൻ വാങ്ങിക്കുന്ന ആ ഒരു ടൊമാറ്റോയിൽ നിന്ന് സീഡ് മാത്രം കളക്ട് ചെയ്ത് ടിഷ്യൂ പേപ്പറിൽ വെച്ചിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുത്തതാണേ. അടുത്തത് ഇത് മുളകാണ് കേട്ടോ. ഇതെനിക്ക് നാട്ടിൽ നിന്ന് ഒരു കസിൻ തന്നതാണ്. ഇത് നമ്മുടെ മീൻകറിയിലൊക്കെ ഇടുന്ന ഒരു നല്ല സ്മെല്ലുള്ള ഒരു ടൈപ്പ് മുളകാണ്. ആ ഒരു ടൈപ്പ് മുളകിൻ്റെതാണ് കേട്ടോ. ഇത് ഞാൻ നല്ല പഴുത്തത് നോക്കി എടുത്തിട്ട് അതൊന്ന് ഡ്രൈ ആക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇതിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഒരു പോട്ടിൻ്റെ അകത്ത് ഞാൻ ഒരു സീഡ് മാത്രമേ വെക്കുന്നുള്ളൂ കേട്ടോ. അത് ഈ വെണ്ടേര അതുപോലെ തന്നെ പയർ ബീൻസ് അതൊക്കെ അത് മാത്രമേ വെക്കുന്നുള്ളൂ. മുളകും അതുപോലെ തന്നെ വഴുതണി ടൊമാറ്റോ അതൊക്കെ ഞാൻ കുറച്ച് ഒരു 2-3 ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെണ്ടേര സീഡാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് മണ്ണിട്ട് കൊടുക്കാം. പിന്നെ ഇത് പയറിൻ്റെതാണ്, അത് വെച്ച് കൊടുക്കുന്നുണ്ട്.
ഇത് വഴുതനങ്ങയാണ് കേട്ടോ. അതൊരു 3-4 സീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഓവറായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല. ഇതിലെല്ലാം ഒന്നും പൊടിച്ച് വന്നില്ലെങ്കിലും 2-3 പൊടിച്ച് വരുമോ എന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഓവറായിട്ട് നമ്മൾ ഇട്ട് കൊടുത്താൽ എല്ലാം കൂടെ കൂട്ടം കൂടി പിടിച്ച് വരും. അപ്പോൾ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് നടാൻ തന്നെ അത് ബുദ്ധിമുട്ടാകും. അപ്പോൾ ഈ ഒരു രീതി നടുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ ഒരു പോട്ട് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് മണ്ണിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ വേരും കാര്യങ്ങളൊന്നും അനങ്ങത്തില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് വലുതായി വരും കേട്ടോ. ഇനി ഞാൻ ചെയ്യുന്നത് തറയിൽ ഞങ്ങൾ നോർമലായിട്ട് മുമ്പ് നട്ടതുപോലെ കുറച്ച് കുഴി എടുത്തിട്ട് അതിൻ്റെ അകത്ത് വെജിറ്റബിൾസിൻ്റെ ഫ്രൂട്ട്സിൻ്റെയൊക്കെ വേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് അതിൽ കുറച്ച് മണ്ണിട്ട് അതിൻ്റെ മുകളിലാക്കി കൗഡങ്ങ് വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഞങ്ങൾ സീഡിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് എല്ലാത്തിലും കുറച്ച് സീഡുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വലിയ കുഴിയാണെങ്കിൽ അതിൽ ഇപ്പോൾ ഒരു വെണ്ടയുടെ സീഡൊക്കെ തന്നെ ഒരു 3-4 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ പുറത്തിങ്ങനെ ജസ്റ്റ് മണ്ണിട്ട് കൊടുക്കുന്നുണ്ട്. കാര്യം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ എന്തായാലും ഇവിടെ പിന്നെ മണലായതുകൊണ്ട് തന്നെ കുറച്ച് ഇളകിയ മണ്ണാണ്. അപ്പോൾ വെള്ളം നമ്മൾ ഒഴിക്കുമ്പോൾ കുറച്ചങ്ങ് താഴ്ന്നു പോകാറുണ്ട് കേട്ടോ മണ്ണ്. അതുകൊണ്ട് ജസ്റ്റ് മാത്രം അതിൻ്റെ പുറത്തിങ്ങനെ മണ്ണിട്ട് കൊടുക്കുന്നുള്ളൂ. ഇല്ലെങ്കിൽ ഒരുപാട് ഓവറായിട്ട് സീഡുകൾ മണ്ണിൻ്റെ അടിയിൽ പോയാൽ അത് മുളച്ച് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അതിന്. അപ്പോൾ എല്ലാം അതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞങ്ങളുടെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് ഒരു ഗ്രീൻ കളർ വഴുതനങ്ങേര സീഡാണ് കേട്ടോ. അത് ഞാനെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സീഡാണ് കേട്ടോ, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കോവയ്ക്കയാണ്. ഇത് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഞങ്ങൾ കറി വയ്ക്കാൻ വാങ്ങിയതാണ്. അപ്പോൾ കുറച്ചൊന്ന് പഴുത്ത കോവയ്ക്കയാണ്, അതൊന്ന് ഡ്രൈ ആക്കി എടുത്തതാണ് കേട്ടോ, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സീഡ് ഫുള്ള് ഞാൻ ഇട്ടപ്പോൾ 2 ദിവസം എടുത്ത് കേട്ടോ. വൈകിട്ട് 2 ദിവസം എടുത്തിട്ടാണ് ഞാൻ ഇത് ചെയ്തത്. ഇതൊരു ഒരാഴ്ച ആയപ്പോൾ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഈ കാണിക്കുന്നത്. അപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ മുളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ വെണ്ടയ്ക്ക മുളച്ച് വന്നിട്ടുണ്ട്, പിന്നെ പയർ, പിന്നെ വഴുതനങ്ങേര ഒരു 2 ഇല വന്ന് നിൽപ്പുണ്ട് കേട്ടോ. ബാക്കി തറയിൽ നട്ട പയർ അതുപോലെ തന്നെ ബീൻസും ഏകദേശം ഇങ്ങനെ മുളച്ച് വന്നിട്ടുണ്ട്. പിന്നെ വെണ്ട ഇങ്ങനെ മുളച്ച് വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ മാത്രമേ തറയിൽ നട്ടത് മുളച്ച് വന്നിട്ടുള്ളൂ. പിന്നെ ചീരയും അതുമൊക്കെ ഞാൻ പിന്നെയാണ് കേട്ടോ ഇട്ടത്, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഇട്ടത്. അതുകൊണ്ട് അതൊന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഫുള്ള് സീഡ് മൊത്തത്തിലായിട്ട് ഇട്ടിട്ടുണ്ട്. ഈ ഒരു ഫുൾ ഏരിയയിലാണ് കേട്ടോ ഓരോന്നായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം പയറും ബീൻസും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വന്നിട്ടുണ്ട്, ബാക്കിയൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇനി വഴിയെ ഇതൊക്കെ മുളച്ച് വരും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് വലുതാകുമ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഗാർഡൻ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബായ്.